ഫ്രണ്ട്സ്, ഇതാണിപ്പോൾ ജിഞ്ചർ പൂച്ചയുടെ അവസ്ഥ. ഏതു നേരം ഇത് തന്നെ ഇങ്ങനെ കുത്തിയിരുന്ന് ഈ വിളി. ഡേയ് 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 ഇവിടെ ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഇതുണ്ട, ഭയങ്കര സൗണ്ടാണ് ഇതിൻ്റെ സൗണ്ട്. ഓയ് നേരത്തെ നോൺ സ്റ്റോപ്പ് ഇത് തന്നെ വിളി. താഴെ കൊണ്ട് വിടാമെന്ന് വെച്ചതുകൊണ്ടോ വലിയ എണ്ണന്മാർ നിൽക്കണണ്ട, അവൻ്റെയൊക്കെ വായിക്കാത്തിരിക്കും. ഓ ഓയ് ഡേ മതിയടാ മതിയടാ മതി. പിന്നെ ലിയോപ്പി ഇവിടെ വല്ലതും വെളിയിൽ വരാണെങ്കിൽ അവൻ ഒന്നും കൂടെ ഉച്ചത്തിൽ സൗണ്ടിൽ വിളിക്കും. ഇന്നലെയൊക്കെ ഞാൻ പിടിച്ച് അടച്ചിട്ടവനെ. ഭയങ്കര ശല്യം ഇങ്ങനെ നടന്ന് വിളിച്ച് ആൾക്കാർ വഴക്ക് പറയുന്നുണ്ട്. ഫ്രണ്ട്സ്, ജിഞ്ചറിൻ്റെ കാര്യത്തിൽ കുറച്ച് കഷ്ടത്തിലാണ് കേട്ടോ. ഭയങ്കര സൗണ്ടിൽ കുത്തിയിരുന്ന് ജിഞ്ചർ വിളി തന്നെ. അപ്പോഴത്തേക്ക് മനസ്സിലിങ്ങനെ വിചാരിക്കും, ജിഞ്ചറിനെ എടുത്ത് അത് വന്നെടുത്ത് വിളയിലോട്ടങ്ങ് കൊണ്ടാക്കിയാലോ എന്ന് ആലോചിക്കണം. കാരണമെന്ന് പറഞ്ഞാൽ ആൾക്കാരെന്നെ തല്ലാൻ വരും. അവൻ്റെ അടുത്ത് എത്ര പറഞ്ഞിട്ട് അവൻ കേൾക്കത്തില്ല. അവനൊരു ക്രാക്കനോണ്ടിരുന്ന് വിളി തന്നെ. ലിയോപ്പിയെ കാണുമ്പോഴത്തേക്ക് പിന്നെ വേറെ സ്പെഷ്യൽ വിളി. ലിയോപ്പിയെയും ജിഞ്ചറിനെയും ഒരുമിച്ചൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. കാരണം ലിയോ വർഷം കഴിഞ്ഞ ഒരു പൂച്ചയാണ് കേട്ടോ. അപ്പം അതിന് നമ്മൾ ഈ കുഞ്ഞുവിനെ പോലും ഇഷ്ടമല്ല. കുഞ്ഞുവിനെ തന്നെയും പിന്നെ മുഖവും മൂക്കും എല്ലാം കുത്തി കീറി ഒരു പരുവാക്കും. കുഞ്ഞു താണ്ട നിരാശനായിട്ട് നിക്കറൊക്കെ ഇട്ട് ഇവിടെ കിടന്ന് ഉറങ്ങണണ്ട. ജിഞ്ചർ കാറ്റ് വന്നതിന് ശേഷം എല്ലാത്തിൻ്റെയും സ്വഭാവം മാറി. എല്ലാത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞൂട്ടൻ്റെ സ്വഭാവം തന്നെ മിക്കവാറും ചീറിക്കൊണ്ട് നിൽക്കും. ഇപ്പം ഞാൻ ഈ നാട്ടിൽ പോകുമ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ ഇവന് നിക്കറൊക്കെ ഇട്ട് കൊടുക്കണത്. അല്ലെങ്കിൽ വീടിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. ജിഞ്ചറിനെ 2-3 ദിവസം മുന്നേ ഒരു ദിവസം വീടിനകത്ത് കയറ്റി മോൻ്റെ ഷൂസിനകത്ത് മൂത്രം ഒഴിച്ചവൻ. പിന്നെ എത്ര കഴുകിയിട്ടും അതിൻ്റെ നാറ്റം പോകുന്നില്ല. ചേട്ടൻ കിടന്ന് ഭയങ്കര ബഹളമായി. എവിടെ നിന്ന് മൂത്രം നാറ്റം വരണം, നിൻ്റെ അടുത്ത് നേരെ ചൊവ്വേ നോക്കാൻ പറ്റൂല എങ്കിൽ നീ വീടിനകത്ത് പൂച്ചകളെ വയ്ക്കരുത്, എവിടെയും കൊണ്ടുവിടുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും വളർത്തണവർക്ക് കൊടു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വഴക്ക് തന്നെ. പിന്നെ ചെരുപ്പിനകത്ത് മുള്ളിയതാണെങ്കിൽ ചെരുപ്പല്ല കേട്ടോ, സ്കൂളിൽ കോളേജിൽ ഇട്ടുകൊണ്ട് പോകണ ഷൂസിനകത്ത് മുള്ളിയത് 3-4 വട്ടം കഴുകിയിട്ട് നാറ്റം മുള്ളി. ഇപ്പം പിന്നെ ഞാൻ കുറച്ച് തുണിയിൽ ഒഴിക്കണ മണമുള്ള ഇതിൽ എന്തോന്ന് സാധനം കൊള്ളാതിരിക്കണുണ്ട്. അതാണ്ട് തുണിയിൽ ഒഴിക്കണ ഒരു സാധനം എടുത്ത് ഒഴിച്ച് വെച്ചൊക്കെയാണ്. ഇതാണ്ടോ നോക്കണുണ്ടോ, ഇങ്ങനെ താഴെ അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്കടാ. ഓ അത് കഴിഞ്ഞ് വീട്ടിനകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ പരിപാടിയാണ്. അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്കടാ, ഡാ തല്ല് അടി. ഭയങ്കര സൂത്രശാലിയാണ് കേട്ടോ. ഈ ഒരു സിലിണ്ടർ ഇരിക്കണതാണ് ഇവിടെ ഒരു മറയായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ ഒറ്റ ചാട്ടത്തിന് വീടിനകത്ത് കയറിക്കളയും. നമുക്ക് കഥ അടയ്ക്കാനുള്ള അവസരം പോലും കിട്ടില്ല. പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ നിലവിളി കൊണ്ട് ഇവിടെ വീടും ഈ ദേശവും തന്നെ മുഴങ്ങയാണ്. ഒരു വിധത്തിലും സ്വസ്ഥതയില്ലാന്ന് തന്നെ പറയാം. ജിഞ്ചറിൻ്റെ വിളി കൊണ്ടുകൊണ്ട് നോൺ സ്റ്റോപ്പ് വിളി അല്ലേടാ. ലിയോപ്പിയെ ജിഞ്ചറിനെ വെളി കൊണ്ടുവിടുകയാണെങ്കിൽ ജിഞ്ചർ നേരെ പതിയെ ഇങ്ങനെ വച്ച് പിടിക്കും. അപ്പോഴത്തേക്ക് ലിയോയെ കാണാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ പോരും മിക്കവാറും. അത് തന്നെ സംഭവിക്കും. ഇവിടെ നിന്ന് വലിയ ദൂരമല്ലാത്ത സ്ഥലത്താണ് ജിഞ്ചറിൻ്റെ സ്ഥലം. അപ്പോൾ ജിഞ്ചർ കുട്ടൻ മണം പിടിച്ച് ഇങ്ങോട്ടാറ്റേ വരുമെങ്കിൽ ജിഞ്ചർ പിന്നെ യമപുരിക്ക് പോകും. അതുകൊണ്ടിട്ട് പേടിച്ചിട്ടും കൂടെയാണ് അങ്ങനെ ഇരിക്കുന്നത്. ഒരു മനസമാധാനവും ഇല്ല എന്ന് തന്നെ പറയാം. ഓ ലിയോ വെളിയിൽ പോകണാടി. ലിയോ ഇപ്പോൾ വെളിയിൽ പോവുകയാണെങ്കിൽ ലിയോയെ കാണുമ്പോൾ പിന്നെ ജിഞ്ചർ അവിടെ വേറെ നിലവിളിയിടും. ലിയോയ്ക്ക് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ലിയോയ്ക്ക് ഇടയ്ക്ക് കുറച്ച് വെളിയിലൊക്കെ പോയി ഇങ്ങനെ കറങ്ങി വരണം. അവൾക്ക് കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട്. പട്ടി ഇങ്ങനെ പിടിക്കാൻ വരുമ്പോഴത്തേക്ക് അവളുടനെ ഏതെങ്കിലും ബാൽക്കണിയിലൊക്കെ കയറിയിരിക്കും. പിന്നെ പട്ടികൾ വരുമ്പോഴത്തേക്ക് നേരെ ഓടി ഇങ്ങനെ വീടിനകത്ത് കയറും. അങ്ങനെ കുറച്ച് സൂത്രപ്പണികളൊക്കെ ലിയോയുടെ കയ്യിലുണ്ട്. അതായത് കണ്ട കുറച്ച് ദൂരം പോവും, അവിടെ ഏതെങ്കിലും പട്ടികളോ മറ്റോ ഉണ്ടെങ്കിൽ ആൾ തിരിച്ചിങ്ങ് വരും. ഇവരൊക്കെ വെളിയിൽ പോകുമ്പോൾ നമ്മൾ കതകും തുറന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. എന്നുവെച്ചാൽ പട്ടി ഓടിക്കണമെങ്കിൽ ഓടി വീട്ടിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. ലിയോപ്പിയെ ഇപ്പോൾ താഴെ കാണുമെങ്കിൽ ജിഞ്ചർ പിന്നെ ഭയങ്കര നിലവിളിയായിരിക്കും. ഞാൻ ഇപ്പോൾ നോക്കിയായിരുന്നേ ജിഞ്ചർ എവിടെ പോയെന്ന്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് വേണ്ട ബാക്കി ഇരുന്ന ഭക്ഷണം കഴിക്കുകയാണ് ആൾ അവിടെ ഇരുന്ന്. ഇനി അടുത്ത് അത് കഴിച്ച് തീരുമ്പോൾ എനർജി കിട്ടുമല്ലോ, അപ്പോൾ വീണ്ടും തുടങ്ങും വിളി. അതേ കുഞ്ഞും കൂടെ ഇറങ്ങി വന്ന് ഇപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പറയും, ലിയോ ഇങ്ങ് വാ വാ വാ, ഇതേ ആൾ വരുന്നു, വാ ഓടിയ ഒരാൾ വരുന്നുണ്ട്. ലിയോ അപ്പം ഒറ്റ ഓട്ടത്തിന് ഇപ്പം ഇങ്ങനെ വരും. കുഞ്ഞുവിന് കുറച്ച് പേടിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ആൾ വരുമ്പോഴത്തേക്ക് ഓടാതെ ഇരിക്കണണ്ട. ഇന്നാളൊരു ദിവസം ആളിൻ്റെ വീട്ടിൽ കയറിയായിരുന്നു ഈ ലിയോപ്പി. പിന്നെ ഒരു പാടുപെട്ടാണ് വെളിയിൽ അവർ കഥകൾ തുറന്നിട്ട് ഇതിനെ വെളിയിലാക്കണമൊക്കെ നോക്കിയിരുന്നു. കുഞ്ഞു അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആളെപ്പോഴും കയറിപ്പോവും, അപ്പോഴത്തേക്ക് താഴെ പോയി നിൽക്കാനേ. ജിഞ്ചർ കണ്ട അവിടെ കയറി കുത്തിയിരുന്ന് കരയാണ്. ലിയോപ്പി വെളിയിൽ പോയതുകൊണ്ട് അവനും ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല, ജിഞ്ചർ കൂട്ടനകത്ത് കയറ്റാൻ നമ്മളെ കുഞ്ഞൂസിനെ കൊന്നു കളയുമായി. പിന്നെ അവന് സുഖമില്ലായ്മയും കൂടെ ഉള്ളതുകൊണ്ടേ ശരിയാവില്ല. അവനെയാണ് എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത്. ആളങ്ങ് പോയപ്പോൾ കുഞ്ഞൂട്ടനും ലിയോപ്പിയും കണ്ട വെളിയിൽ പോയിരിക്കണണ്ട. കുഞ്ഞുവിൻ്റെ ഇരിപ്പ് കണ്ട അടിപൊളിയാണ്. എന്നാ കണ്ട ഇപ്പം കുഞ്ഞുവിൻ്റെ മനസ്സൊക്കെ ഒന്ന് തണുത്ത് വരുന്നത്. മറ്റേ പൂച്ച കടിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച്, എന്നാലും അവന് ഭയമുണ്ട്. രാത്രിയൊക്കെ എടുത്തുകൊണ്ട് ഇടാൻ നേരത്ത് ചീറിക്കൊണ്ട് നിൽക്കും. കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നിക്കറിയിക്കാനോ ഒന്നും പറ്റില്ല. ഇപ്പോൾ കുറച്ച് ശാന്തനായിട്ട് വരുന്നുണ്ട്. അത് മനസ്സിൽ നിന്നങ്ങ് മറന്നപ്പോഴേ. ഇത് കണ്ട ഏത് നേരം ഇത് തന്നെ വിളി, മങ്ങ പിങ്ങ എന്ന് പറഞ്ഞാണ്ട് ആൾക്കാരെന്നെ അടിച്ചോട്ടിക്കുള്ളൂ. നിർത്തടാ. ഓ കുഞ്ഞുട്ടി കയറിയിരിക്കണണ്ട. ഇങ്ങ വാ കുഞ്ഞു, ഇങ്ങ വാ മക്കളാ. ഇതെന്താ ഇങ്ങനെ ഇവിടെ കയറിയിരിക്കണം? ഞാൻ ഇവിടെ കിടന്ന് വിളിക്കുമ്പോൾ ഞാൻ എന്താ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൂടയിൽ ഇങ്ങനെ അടിക്കുമ്പോൾ കുറച്ച് നേരം മര്യാദയ്ക്കിരിക്കും. അവൻ പിന്നെയും തുടങ്ങും അവൻ്റെ വേല. ഒരു രക്ഷയില്ല കേട്ടാ. ഏത് നേരം ഇത് എന്നെ വിളി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോളാം. മിക്കവാറും ഇവനെ വെളിയിൽ കൊണ്ട് ആക്കേണ്ടി വരുമെന്ന് തോന്നണം. അത്രയ്ക്ക് ഭയങ്കര സൗണ്ടാണ് അവൻ്റെ. ചിലപ്പോൾ എനിക്ക് നിവർത്തിയില്ലാത്തപ്പോൾ ഞാൻ കൂട്ടിനകത്ത് പിടിച്ച് അടച്ചിട്ടയ്ക്കും കുറച്ച് നേരം. അതിനകത്ത് ഇരുന്നും കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കും നോൺ സ്റ്റോപ്പ്. അപ്പോൾ ചേട്ടൻ പറയും, പിന്നെ ഇവൻ എന്തിനിരുന്ന് വിളിക്കണത്, ഇവനെ വിളയിൽ കൊണ്ടുവന്ന് അങ്ങ് വിട്ടുകളാന്ന് പറയും. അവൻ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കണോണ്ട് എനിക്ക് ഭയങ്കര വിഷമം. അവനെ വീണ്ടും
നരകക്കുഴിയിൽ ഇവനെ നരകത്തിൽ കൊണ്ടിടാൻ എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ അവൻ്റെ ഇഷ്ടങ്ങളൊന്നും നടക്കില്ല. ഇവിടെ കിടന്നുകൊണ്ട് അതും അവന് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതാണ് അവൻ്റെ സൗണ്ട്. കണ്ട വെളിയിൽ കിടന്ന് വിളിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ആളിരിക്കുന്നത്. ആളിനെ എപ്പോഴും വീടിനകത്തോട്ടാണ് നോട്ടം ഇങ്ങനെ വരാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറ്റുമോ ഇവൻ്റെ വിളി ഒന്ന് ശമിപ്പിക്കാനായിട്ട്? ഒരു രക്ഷയുമില്ലാത്ത വിളിയാണ് അവൻ വിളിക്കുന്നത്. ജിഞ്ചർ കൂട്ടം വന്നതിന് ശേഷം കുഞ്ഞൂട്ടനും ഭയങ്കര വിഷമം തന്നെ. അവൻ്റെ സ്വഭാവം, അവൻ ഇന്ന് ചവിട്ടി കൊന്ന പോലും പിന്നെ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ അവനും ഭയങ്കര ദേഷ്യക്കാരനായി.